ക്യാബേജ് കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമ്മൾ ഒരു ക്യാബേജ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പകുതി മതി. ഇത് പകുതിയായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിന് മറ്റാവശ്യമുള്ള സാധനങ്ങൾ: 1/2 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 15 കുഞ്ഞുള്ളി അരിഞ്ഞത്, കടുക് വറുക്കുന്നതിനായി കടുക്, ഉഴുന്ന്, വറ്റൽമുളക്, കറിവേപ്പില, 2 ചുമന്നുള്ളി ചെറുതായി അരിയണം. പിന്നീട് മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഈ തോരന്. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാം. ആദ്യമായി നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം. ക്യാബേജൊക്കെ വളരെ തിന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 12 കുഞ്ഞുള്ളി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, അര കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ഉപ്പ്, എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ല വെള്ളത്തിൽ തന്നെ തിരുമ്മി. എല്ലാം നല്ലതുപോലെ തിരുമ്മി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിത് തോരനുണ്ടാക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിടാം. അതൊന്ന് ചൂടാകട്ടെ. അത് ചെറുതായി നോക്കുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞത്, അതുകൊണ്ട് കറിവേപ്പില, ഉണക്കമുളക് കീറിയത്, ക്യാബേജ് ചേർക്കാം കുറേശ്ശേ. മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നോക്കുക. ഒരു 5 മിനിറ്റോളം വേവിക്കാം. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഈ ക്യാബേജിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ക്യാബേജിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ചെറുതായി അങ്ങ് വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഈ സ്പൂണിന് ഒരു
വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് സദ്യക്കൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്ന തോരനാണ് ക്യാബേജ് തോരൻ. ഇത് വളരെ ഈസിയായി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. കുറച്ച് നേരം നമുക്ക് തുറന്ന് വെച്ചോണ്ട് എല്ലാം ഒരുവിധം വെച്ചിട്ടുണ്ട്. ജലാംശം ഉള്ളതൊന്നും കൂടെ തുറന്ന് വെക്കാം. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ക്യാബേജ് തോരൻ നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. Cabbage thoran ready.